ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഇമാജിനേഷൻ എന്ന് പറയുന്നൊരു ചാപ്റ്റർ ആണ് അല്ലേ. ഓക്കെ, ഇമാജിനേഷൻ ആണ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇമാജിനേഷനിൽ ഫസ്റ്റ് ഇമാജിനേഷൻ നമ്മുടെ യൂണിറ്റ് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് അഡോൾട്ട് ജേർണി ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഇവിടെ എന്ന് പറയുന്നത് ഒരു അനക്ഡോട്ടാണിത്. അനക്ഡോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവ കഥ. അനുഭവ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിൽ എന്താണ് എ ഷോർട്ട് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി അബൌട്ട് എ റിയൽ ഇൻസിഡൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിൽ ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെറിയ ഒരു കഥയാണ് എന്ത് ഈ ഒരു അനക്ഡോട്ട് എന്ന് പറയുന്നത്. അതാണ് അനുഭവ കഥ, അതായത് നടന്ന ഒരു സംഭവം. അതാണ് ഈ ഡോൾസ് ജേർണി എന്ന് പറയുന്നത്. നടന്ന ഒരു സംഭവമാണ്. ഡോൾ എല്ലാവർക്കും അറിയായിരിക്കും, എന്താണ് പാവക്കുട്ടി. സോ നമുക്ക് ആ ചാപ്റ്ററിലോട്ട് പോവാം. സോ ഓക്കെ, ജേർണി എന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്ര, അതായത് ഈ ഡോൾസ് ജേർണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാവക്കുട്ടിയുടെ യാത്ര. സോ നമുക്ക് ഈ ചാപ്റ്ററിലോട്ട് പോവാം. ഇറ്റ് വാസ് എ സാറ്റർഡേ ആഫ്റ്റർനൂൺ. അതൊരു ശനിയാഴ്ച ഉച്ച നേരമായിരുന്നു. കഫ്ക വാസ് വാക്കിംഗ് ത്രൂ എ പാർക്ക് ഇൻ ബെർലിൻ. ബെർലിനിലെ ഒരു പാർക്കിലൂടെ കഫ്ക എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഓക്കെ, കഫ്ക ആണ് ഇതിൻ്റെ അകത്തൊരു മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതാ നോക്കിക്കോളാം. He met a girl who was crying because she had lost her favorite doll. ഫേവറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടത്, ക്രൈങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കരയുക. എന്താണ് അയാള് കഫ്ക ഇങ്ങനെ നടന്നു പോകുമ്പോൾ കണ്ടു ഒരു കുട്ടി ഇരുന്ന് കരയാണല്ലേ, ഒരു ബെഞ്ചിൽ ഇരുന്നിട്ട് അവളുടെ ഫേവറേറ്റ് ഡോള് പോയി എന്നും പറഞ്ഞിട്ട് കരയാണ്. അപ്പോൾ കഫ്ക ജോയിൻഡ് ഹെർ സെർച്ചിങ് ഫോർ ദ ഡോൾ അൺസക്സസ്ഫുള്ളി എന്താണ് പരാജയപ്പെട്ടു. എന്താണ് കഫ്കയും ആ ഒരു കുട്ടിയുടെ കൂടെ ഡോള് സെർച്ച് ചെയ്യാൻ വേണ്ടി ചേർന്നു, പക്ഷെ അത് നടന്നില്ല അല്ലേ, അത് പരാജയപ്പെടുകയുണ്ടായി. ഹി കൺസോൾഡ് ഹെർ. അയാള് അവളെ കൺസോൾ മീൻസ് ആശ്വസിപ്പിച്ചു. എന്നിട്ട് പറയാണ് he also promised her that he would meet her the next day to continue looking for the doll. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എന്നിട്ട് അയാൾ അവൾക്ക് സത്യം ചെയ്തു. പ്രോമിസ് മീൻസ് സത്യം കൊടുത്തു, വാക്ക് കൊടുത്തു. അടുത്ത ദിവസം ഇതേ സമയം ഇതേ പാർക്കിൽ വെച്ചിട്ട് വൈകുന്നേരം നമുക്ക് കണ്ടുമുട്ടാം, എന്നിട്ട് നമുക്ക് ഡോളിനെ സെർച്ച് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫിലോട്ടാണ് കേട്ടോ പോണത്. ചെറിയ കഥയാണ്. ആഫ്റ്റർ സെർച്ചിങ് ഫോർ സം ടൈം കഫ്ക pretended that he had found a letter under a bench in the park. എന്താണ് ഈ കഫ്ക കുറച്ച് നേരം പിറ്റേ ദിവസമായി കുറച്ച് നേരം എന്താണ് സെർച്ചൊക്കെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കിനും കഫ്കയ്ക്ക് ബെഞ്ചിൻ്റെ അടിയിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടി. ഓക്കെ, ഹി ഗേവ് ദ ലെറ്റർ ടു ദ ഗേൾ. എന്താണ് ആ ഒരു ലെറ്റർ കഫ്ക ഗേളിന് കൊടുത്തു, ആ പെൺകുട്ടിക്ക് കൊടുത്തു. കഫ്ക had prepared the letter which was meant to be from the doll. കഫ്ക ഉണ്ടാക്കിയ ഒരു ലെറ്റർ ആണത്. ഡോളിൽ നിന്നും ആ ഗേളിന് വരുന്ന പോലത്തെ ഒരു ലെറ്റർ. ഓക്കെ, എന്താണ് ഡോണ്ട് വറി അബൌട്ട് മീ. ആ ഡോൾ പറയാണ്, ആ ലെറ്ററിൽ ഇങ്ങനെയാണുള്ളത്, നീ എന്നെ പറ്റി വിഷമിക്കണ്ട. പിന്നെ ഐ ആം ഓൺ എ ട്രിപ്പ് അറൗണ്ട് ദ വേൾഡ്. ഞാൻ ഈ ലോകത്തിന് ചുറ്റുമുള്ള ഒരു ട്രിപ്പിലാണ്. നെക്സ്റ്റ് ഇറ്റ്സ് റിയലി എക്സൈറ്റിംഗ്. അത് വളരെ എന്താണ് എക്സൈറ്റിംഗ്, എന്താണ് ഇൻട്രസ്റ്റിംഗ് ആണ്, അത് വളരെ ആകാംക്ഷയുള്ള ഒരു സാധനമാണ് എന്ന് പറയാണ്. ഓക്കെ, എന്നിട്ട് പറയാണ് ഐ വിൽ ടെൽ യു എവറിത്തിങ് വെൻ ഐ ആം ബാക്ക്. എന്താണ് ഞാൻ എല്ലാം നിന്നോട് തിരിച്ചു വന്നതിന് ശേഷം പറയാം. സോ ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. The girl continued to receive letters from the doll. ഈ കഫ്ക എഴുതുന്നതാണ് കേട്ടോ ഈ ലെറ്റർ എല്ലാം. ആ ഗേളിന് പിന്നും ഡോളിൻ്റെ എഴുതുന്ന ലെറ്റർ കിട്ടി തുടങ്ങി. She wrote about her adventures in detail. അവള് നടത്തിയിട്ടുള്ള ഒരുപാട് സാഹസിക കഥകളൊക്കെ ആ ലെറ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് വിശദമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. The letters delighted the girl. ആ ഒരു ലെറ്ററുകൾ ആ ഒരു ഗേളിനെ ഡിലൈറ്റ് ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ്
ഡിലൈറ്റഡ് എന്ന് വെച്ചാൽ സന്തോഷിച്ചു. എന്താണ് ആ ഒരു ലെറ്റേഴ്സ് ഒക്കെ വന്നപ്പോൾ ആ ഗേളിന് ഭയങ്കര സന്തോഷമായി എന്ന് പറയാണ്. This went on for some time. എന്താണ് ഇത് കുറച്ച് നേരത്തേക്ക് പോലും. But Kafka noticed that the girl was becoming moody as days passed. ദിവസങ്ങൾ കടന്നു പോയപ്പോഴത്തേക്കും മൂഡി മീൻസ് എന്താണ് ഭയങ്കര സാഡ് ആയിട്ടുള്ള ഒരു നിമിഷം. സാഡ് മീൻസ് വിഷമമായി, ഒരു മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുക, അത് തന്നെയാണ്. എന്താണ് ആ ഒരു കുട്ടി ഇത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഭയങ്കര മൂഡ് ഓഫ് ആയി വരുന്നത് കഫ്ക ശ്രദ്ധിച്ചു. ഷീ ബാഡ്ലി വാണ്ടഡ് ഹെർ ഡോൾ ടു കം ബാക്ക്. എന്താണ് അവൾക്ക് വളരെ ആ ഒരു ഡോള് ഭയങ്കരമായിട്ട് അവൾക്ക് ഇഷ്ടമുള്ള ഒരു ഡോളാണ്. അപ്പോൾ അതിനെ തിരിച്ച് വന്നിരുന്നെങ്കിൽ, അത് ഇത്തിരി ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ എനിക്ക് അതിൻ്റെ കൂടെയൊക്കെ കളിക്കായിരുന്നു എന്നൊക്കെ ഒരു ആശ തോന്നി. പിന്നെ എന്താണ് and Kafka felt that he could not pick up letters indefinitely. അതായത് ഇങ്ങനെ കാര്യമില്ല, ഇങ്ങനെ എന്താണ് ലെറ്റേഴ്സ് എന്താണ് ഓക്കെ Kafka felt that he could not make up letters indefinitely. ഓക്കെ, എനിക്കത് തെറ്റിപ്പോകുന്നുണ്ട്, നാക്ക് വഴങ്ങണില്ല, അത് തന്നെ. സോ ഓക്കെ, അതായത് ഇനി ഇങ്ങനെ ലെറ്റേഴ്സ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. ഫൈനലി ഹി ഫൗണ്ട് എ വേ ഔട്ട്. അങ്ങനെ അദ്ദേഹത്തിന് ഒരു വഴി തലയിൽ വന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതാ നോക്കിക്കോ, there was no letters for some days. കുറച്ച് ദിവസത്തേക്ക് ലെറ്ററുകളൊന്നും ഇല്ലായിരുന്നു. Then one day Kafka told the girl that the doll was engaged to be married. കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് എൻഗേജ്ഡ് ആയെന്ന് ആ ഡോള് തന്നെ കണ്ട് പറഞ്ഞെന്ന് ആ ഒരു ഗേളിനോട് കഫ്ക പറഞ്ഞു. പിന്നെന്താണ് പിന്നീട് പറഞ്ഞത് he had met her while on a trip to another part of the country. അദ്ദേഹം വേറൊരു ഭാഗത്തേക്ക്, കൺട്രിയുടെ ഈ ഒരു രാജ്യത്തിൻ്റെ വേറൊരു ഭാഗത്തേക്ക് ട്രിപ്പ് പോയപ്പോൾ അവളെ ആ ഒരു ഡോളിനെ കണ്ടു എന്ന് പറയാണ്. Kafka also told her that she had even introduced him to the young man she was going to marry. അവൾ ഡോള് കല്യാണം കഴിക്കാൻ പോകുന്ന ആ ഒരു യുവ പുരുഷനെയും കഫ്കയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഇതൊരു ചെറിയൊരു കഥയാണ്, കഫ്ക ഉണ്ടാക്കിയ പ്ലാനാണ് കേട്ടോ ഇത് ഈ ഡോള് ശരിക്കും ഒന്നും കല്യാണം കഴിച്ചൊന്നും ഇല്ല. ഓക്കെ, പിന്നീട് എന്താണ് okay she was sorry that she could not write letters for some time. എന്താണ് കുറച്ച് ദിവസത്തേക്ക് ലെറ്റർ എഴുതാൻ പറ്റാത്തതിന് അവളോട് ക്ഷമ ചോദിച്ചു എന്നും പറഞ്ഞു. she promised that she would be writing as soon as the preparations for the wedding were over. എന്താണ് അവള് പ്രോമിസ് ചെയ്തു, ഞാൻ എന്തായിരുന്നാലും കുറച്ച് നാളെ വെഡിങ്ങിൻ്റെ പ്രിപ്പറേഷൻസ്, കല്യാണത്തിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ കഴിയുമ്പോൾ, ഒരുക്കങ്ങളൊക്കെ കഴിയുമ്പോൾ ലെറ്റർ എഴുതാമെന്ന് പറഞ്ഞു. ദ ഗേൾ വാസ് ഹാപ്പി ടു ഹിയർ ഫ്രം ഹെർ ഡോൾ. എന്താണ് പക്ഷെ ആ ഗേള് നല്ല ഹാപ്പി ആയിരുന്നു ഇത് വന്നപ്പോൾ. ബട്ട് ഷീ wondered when she would be able to see her again. പക്ഷെ അവൾ അതിശയപ്പെട്ടിരുന്നു, കാരണം എപ്പോൾ എനിക്ക് അവളെ കാണാൻ കഴിയും എന്നുള്ളതിൽ അവൾ അതിശയപ്പെട്ടിരുന്നു അല്ലേ. സോ ഓക്കെ, ഇതാണ് നമ്മുടെ മീനിങ് എന്ന് പറയുന്നത്. ഈ ഒരു പാഠം ചെറിയൊരു പാഠമാണ്, ഇതൊരു കള്ളത്തരം പിടിച്ച കഥയാണ്. അങ്ങനെയല്ല, അതായത് കഫ്ക ഇങ്ങനെ കള്ളങ്ങൾ ഉണ്ടാക്കി ആ ഗേളിനെ പറ്റിക്കുന്നു, അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ അതൊക്കെ കേട്ട് വിശ്വസിക്കാൻ ഈ ഒരു പെൺകുട്ടിയും ഓക്കെ ആ ഒരു പെൺകുട്ടീനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയത്. പക്ഷെ ഇതൊക്കെ കേട്ടാലും കെട്ടുകഥയാണെന്നല്ലേ പറയുള്ളൂ. അങ്ങനെയല്ലേ ഒരു കഥ, ഡോള് കല്യാണം കഴിക്കാൻ പോണത് എന്തരല്ലേ. അപ്പോഴത്തേക്കിനും ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ സ്റ്റോറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാലേക്ക്.